ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ജർമ്മൻ സഫാരി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് പപ്സ്, ആദ്യമായിട്ടില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ പോയപ്പോൾ പപ്സിൻ്റെ പേസ്ട്രിന്ന് പോലെ തോന്നുന്ന 2 സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതാന്ന് സാധനം ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു പപ്സ് ഉണ്ടാക്കായിരുന്നു. വീടൊന്നും പപ്സ്, നമ്മുടെ നാട്ടിൽ പപ്സൊന്നും ഇവിടെ കിട്ടാനില്ല. അപ്പോൾ പിന്നെ എല്ലാം നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ ഒന്നല്ല, ഒരു കുറേ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് പപ്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട്, അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തുനിന്നും എടുത്തിട്ട് അതിൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താവും. അപ്പോൾ പപ്സ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, മുട്ട എന്തായാലും അവിടെ നമ്മൾ ആക്കിയിട്ട് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. പിന്നെ നമ്മുടെ ഉള്ളി, പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അരച്ചതാണ്. പിന്നെ പച്ചമുളക്, ഇതെന്ന് പറയുന്നത് ഇത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ആരും പറയാത്തൊരു സാധനം, ഞാൻ ചിക്കൻ മസാല, എനിക്ക് ചിക്കൻ മസാല ഇല്ലാത്ത റിവ്യൂ കുറച്ച് ചിക്കൻ മസാല, ഇത് ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി. മുളകെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന്, പൊടിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണല്ലോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങാം. മുട്ടയട എന്തായിട്ടുണ്ട്, നമ്മൾ മുട്ട ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാന് എടുക്കുക, ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്, അധികമൊന്നും വാങ്ങില്ല. ഓക്കെ, കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കാം. അപ്പം ഈ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതല്ല, ഉള്ളി അധികം ഇപ്പോഴുണ്ടോ, ഇപ്പം അധികം മസാലൻ്റെ ആവശ്യമില്ലെന്നല്ലോ. ഓക്കെ, മസാല കുറച്ച് അധികമാകുമോ എന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മസാല അധികമായിട്ടുണ്ട്, നമുക്ക് നാളെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഫുൾ ഐഡിയാസോ. എന്തായാലും മുട്ടക്കറീൻ്റെ മസാലയും പപ്സിൻ്റെ മസാലയും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ നമ്മളെ മാസ്റ്റർ ഷെഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ എന്ത് ഉണ്ടാക്കുന്നതിനെ ഉള്ളി ഇളക്കാൻ വേണ്ടി വരും, എന്നിട്ട് പറയൂ ആൾക്കാരുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്ത് പറയും ഇന്ന് ഉണ്ടാക്കിയത് അനുവേട്ടനാണ്, വെറും ഉള്ളി ഇളക്കാൻ വേണ്ടി മാത്രമാണ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് മറ്റേ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാം ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അത് പോകുന്നത് വരെ ഇങ്ങനെ വഴറ്റുക. അപ്പോൾ അടുത്തതായി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിടണം. അപ്പോൾ ഉപ്പിടാം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്. ശരി, കൈ ഇറക്കാൻ പറ്റുന്നില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി വഴണ്ട് കിട്ടാൻ കുറച്ച് എളുപ്പമാണ്. വഴണ്ട് കിട്ടാണ് ഉള്ളി നല്ലോണം ആയിക്കിട്ടെ. ഏകദേശം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മളെ മസാലാസ് ഇതിനകത്തേക്ക് ഇടേണ്ട പരിപാടി. അത് നമ്മൾ മല്ലിപ്പൊടി ഇട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, ഇതാണോ ഗരം മസാല? ഗരം മസാല, പിന്നെ കുരുമുളക്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മളെ കാശ്മീരി അല്ല, സാധാരണ ചില്ലി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മളെ ലോ ഫ്ലെയിമിലായിരിക്കണം, ഇതെല്ലാം ലോ ഫ്ലെയിമല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ നേരത്തെ തൊട്ട് ആക്കാൻ പാടില്ല. അപ്പോൾ എന്നിട്ട് ആ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലകളെല്ലാം ഇതിനകത്തൊന്ന് പിടിച്ചിട്ട് ആ മസാലയുടെ പച്ചമണം പോകണം. അപ്പോൾ നമ്മളെ മസാലകളെല്ലാം ഏകദേശം ഒന്ന് ഉള്ളിൽ നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വെള്ളം ഒഴിക്കണം, മതി. അപ്പോൾ ഇത്ര വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം, ഇതിനൊന്ന് നനവ് കിട്ടാനുള്ള ആ ഒരു അത്ര വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇനി ഇത് നമുക്ക് ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കണം. മൂടി വെച്ചു. ഞാനിപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടായി. ഞങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടു.
വെച്ച് മുട്ട കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവന് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് സംഭവം എന്തായാലും. മസാലയൊക്കെ ഇപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഈ സാധനം എന്താണെന്ന് പരീക്ഷിക്കാനുള്ള സമയം. പേസ്ട്രി എന്നാന്നുള്ളത് അല്ലേ, അങ്ങനെ എന്തോ ആയിരുന്നു ചിലപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത്. അതിൻ്റെ ഷീറ്റും അതിൻ്റെ ഒപ്പം തന്നെ വരുന്നല്ല പറയുന്നത്. കാണുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്, വീഡിയോ കണ്ട അതേപോലെ. കത്തിയും കൂടെ വരച്ചോ. യെസ്, ഇത് വലുതായിപ്പോയി. കുഴപ്പമില്ല, അത് നീ എടുത്തോ, ചെറുത്. അപ്പോൾ നമ്മൾ നമ്മളൊരു ട്രെയിനിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് മസാലകൾ ഇതാക്കാം. മസാല വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുട്ട കിട്ടുന്ന എല്ലാത്തിനകത്തേക്കും കുമ്പിടുത്തി വെക്കുക. അതൊക്കെയല്ല, അതവിടെ വീണതോ. ഓക്കെ, ഒരു മുട്ടേൻ്റെ ഒരു പരിപാടിയുണ്ടല്ലോ, അതായത് മുട്ട ലാസ്റ്റ് ഒന്ന് ഗാർണിഷല്ല ഒരു പെയിന്റ് അടിക്കുന്ന പെയിന്റ് അടിക്കുന്നത്. ഇതിന് നേരം അന്നേരം ആ ഒരു ഗ്ലോ വരും ഒരു ഈ പപ്സിന്. ഒരു പിന്നെ കുത്തിക്കോളാം. അല്ല, നമ്മൾ ഇതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ബട്ടർ തേക്കാം. ബട്ടറല്ല, മുട്ട. ഓക്കെ, ഈ സ്റ്റൈല് തിന്നാനുണ്ടായിട്ടുണ്ടെങ്കിൽ കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതിനെ ഗാർണിഷ് ചെയ്യുക. ഗാർണിഷ് അല്ല, പെയിന്റ് അടിക്കുക. നല്ല പെയിന്റ്. മുട്ട കൊണ്ട് പെയിന്റ് അടിക്കും. ഇതിന് ബട്ടറിനെ കൊണ്ടും പെയിന്റ് അടിക്കും, മുട്ട കൊണ്ടും പെയിന്റ് അടിക്കും. അത് നമുക്ക് മുട്ട ഇഷ്ടമില്ലാത്ത ബട്ടർ എടുക്കാം. നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട്. ഹെൽത്ത് കോൺഷ്യസ് അല്ലേ? അപ്പം നമ്മളെ എല്ലാ പപ്സിനും പെയിന്റെല്ലാം അടിച്ചു കഴിഞ്ഞു. മുട്ട പെയിന്റ് ഇപ്പം എല്ലാം കുട്ടപ്പനായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നേരെ ഓവനിലേക്ക് 20 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞത്. 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കണം. ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം നമ്മളിപ്പോൾ ഓവനിലേക്ക് വെച്ച് കഴിഞ്ഞ് ഇനി ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഓവൻ സൗണ്ടെല്ലാം വന്നു തുടങ്ങി. ഓവൻ ഓഫ് വെക്കാം. ഓക്കേ, കാണുമ്പോൾ പപ്സ് പോലത്തെ ഉണ്ടല്ലോ നോട്ടാ. നമ്മുടെ പപ്സുകൾ ഇതാ റെഡി ആയിരിക്കുന്നുണ്ട്. എനിക്ക് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ചായയും കൂടി വെച്ചിട്ട് നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ മുട്ട പപ്സ് ടേസ്റ്റ് ചെയ്യാം. അത് ടേസ്റ്റ് ചെയ്തതിന് മുന്നേ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുണ്ട്, എൻ്റെ ആൻറ്റീനെ ഞങ്ങൾ ഏനി എന്നാണ് വിളിക്കുന്നത്. ഏനി എൻ്റെ വീഡിയോനൊന്നിനും കമൻറ്റ് ചെയ്യാറില്ല. പക്ഷെ ഇന്നത്തെ എൻ്റെ വീടിനെ പറ്റിയിട്ടുള്ള വീഡിയോനകത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്ത് എനിക്ക് അടുക്കള കയറാൻ അറിയില്ല. അതിനുള്ള പ്രതിഷേധമായിട്ടാണ് ഞാൻ ഇന്ന് മുട്ട പപ്സ് ഉണ്ടാക്കിയത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ വീഡിയോ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് പപ്സ് ഇങ്ങനെ എടുക്കാം. ശരിയായ മുട്ട പപ്സ്. ശരി കുടിപ്പി, പക്ഷെ എന്നാലും അടിപൊളി. നോക്കിയാ നമ്മളെ ഇങ്ങനെ വരുന്നുണ്ട്. സൗണ്ടെല്ലാം കേൾക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് മുട്ട പപ്സ് പരീക്ഷിക്കുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.